അവിടെ ചേർന്നത് പിന്നെ നല്ല വ്യത്യാസമുണ്ട്. അവിടെ NCC, SPC, ലിറ്റിൽ കൈറ്റ്സ്, റെഡ് ക്രോസ്, അഡൽട്ട് ടിങ്കറിംഗ് ലാബ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ജില്ലയില് ചുരുക്കം ചില സ്കൂളിൽ മാത്രം അഡൽട്ട് ടിങ്കറിംഗ് ലാബും NCC ഒക്കെ ഉള്ളൂ. പിന്നെ അതുകൂടാതെ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ശ്രദ്ധയും കിട്ടും. ഈ ധൈര്യമായിട്ട് അവിടെ ചേർത്തിക്കണം. അതൊരു വലിയ സ്കൂളാണല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ ചിത്രരചന, ക്രാഫ്റ്റ്, വർക്ക് എക്സ്പീരിയൻസിനൊക്കെ പ്രത്യേകം ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ ഗ്രൗണ്ടാണ്. പിന്നെ അവിടെ കായിക അധ്യാപികയുണ്ട്. അതിൽ പ്രധാനമായിട്ടും റോബോട്ടിക്സ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ അതൊക്കെയല്ലേ പഠിക്കേണ്ടത്. എന്റെ മോള് ബോയ്സിലാണ് പഠിക്കുന്നത്. ബി ഭാസ്കരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂളിന്റെ മുഴുവൻ പേര്. അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാം. കുറുക്കനുണ്ടായിരുന്നു. ആ കുറുക്കൻ കാട്ടിലെ ഒരു കൊക്കുമായി ഭയങ്കര സുഹൃത്തായിരുന്നു. കുറുക്കൻ ഒരു ദിവസം കൊക്കിനെ വിരുന്നിന് വിളിച്ചു. കൊക്ക് സന്തോഷത്തോടെ വിരുന്നിന് പോയി. അവിടെ കണ്ട പായസം കണ്ട് കൊക്കെടുത്ത് കുടിക്കാൻ നോക്കിയപ്പോൾ അത് പരന്ന പാത്രത്തിലായിരുന്നു. കൊക്കിന്റെ വായിൽ പോലും കേറുന്നില്ല. അത് കണ്ട കുറുക്കൻ വേഗം പായസം കുടിച്ചു. കൊക്ക് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര അപമാനിതനായി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ കൊക്ക് പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം കൊക്ക് കുറുക്കനെ വിരുന്നിന് വിളിച്ചു. കുറുക്കൻ നേരെ ആവേശത്തോടെ കൊക്കിന്റെ വീട്ടിലോട്ട് പോയി. അവിടെ നല്ല മീൻകറി ഉണ്ടായിരുന്നു. എന്നാൽ കുറുക്കൻ കുടിക്കാൻ നോക്കിയപ്പോൾ കുടിക്കാൻ പറ്റുന്നില്ല. കുറുക്കന് മൂക്ക് കുടത്തിൽ എത്തുന്നില്ല. പക്ഷെ കൊക്ക് അത് വേഗം കുടിച്ചു തീർത്തു. കുറുക്കൻ പറഞ്ഞു, ഇത് ചതിയാണ്, ഇനി നമ്മൾ മിണ്ടൂല. കുറുകുപ്രാവേ വെള്ളരിപ്രാവേ ദൂത് പോകാമോ, പറന്നു പോയൻ പ്രിയ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ. കുറുകും പാവേ വെള്ളരിപ്രാവേ ദൂത് പോകാമോ, പറന്നു പോയൻ പ്രിയ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ. കവിളിൽ മറുകുള്ള സുന്ദരി അവൾ, കരൾ കവർന്നൊരു പൈങ്കിളി. കവിളിൽ മറുകുള്ള സുന്ദരി അവൾ, കരൾ കവർന്നൊരു പൈങ്കിളി. കുറുകും പ്രാവേ വെള്ളരിപ്രാവേ ദൂത് പോകാമോ, പറന്നു പോയൻ പ്രിയ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും എന്നെ. സുബർഗത്തോപ്പിലെ ദൂതില പോലെ നൊഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ. കിലുങ്ങും കുലുസിൽ കൊഞ്ചലുവായി ചാരെ വരുമോ നീ, ചാരെ വരുമോ നീ. കുറുകുപ്രാവേ വെള്ളരിപ്രാവേ ദൂത് പോകാമോ, പറന്നു പോയൻ പ്രിയ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ.
ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു ഗണപതിനെയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ അനുഗ്രഹ്. PBN-GSS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഗുണവും ദോഷവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നതാണ് മൊബൈൽ ഫോൺ. ഗുണങ്ങളേറെ ഉണ്ടെങ്കിലും അത്രയേറെ ദോഷങ്ങളും ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണുണ്ട്. ചിത്രങ്ങൾ എടുക്കാനും വീഡിയോ എടുക്കാനും പാട്ട് കേൾക്കാനും എല്ലാം ഇത് നമ്മെ സഹായിക്കുന്നു. കമ്പ്യൂട്ടർ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി മാറി മൊബൈൽ ഫോൺ. ഇങ്ങനെയേറെ ഗുണമുണ്ടെങ്കിലും അത്രയേറെ ദോഷങ്ങളും ഉണ്ട്. ഏറ്റവും ദോഷം മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ തലച്ചോറിലെ കോശങ്ങളെ ബാധിക്കുന്നു. കാഴ്ചക്കുറവ്, മറവി എന്നിവയ്ക്ക് കാരണമാകുന്നു. നമ്മുടെ സമൂഹത്തോട് മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ. ഏതവളാകത്ത് ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ. ചെറിയ പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഉപ്പ്, ഗ്ലാസ്, സ്പൂൺ, മുട്ട, വെള്ളം. പരീക്ഷണത്തിന് ആദ്യം ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് മുട്ട ഇടുക. അപ്പോൾ മുട്ട താഴ്ന്നു പോയി. രണ്ടാമത്തെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ കൂടെ ഉപ്പുമിടുക. അതിൽ മുട്ട ഇടുക. അപ്പോൾ മുട്ട പൊന്തി നിൽക്കുന്നു. ഇതിനു കാരണം ആദ്യത്തെ ഗ്ലാസ്സിലെ മുട്ടയ്ക്ക് ഡെൻസിറ്റി കൂടുതലും വെള്ളത്തിന് ഡെൻസിറ്റി കുറവുമായത് കാരണമാണ്. രണ്ടാമത്തെ ഗ്ലാസ്സിൽ മുട്ടയ്ക്ക് ഡെൻസിറ്റി കുറവും വെള്ളത്തിന് ഉപ്പിട്ടത് കാരണം ഡെൻസിറ്റി കൂടുകയും ചെയ്തു. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഗ്ലാസ്സിലെ മുട്ട പൊന്തി നിൽക്കുന്നത്, ആദ്യത്തെ ഗ്ലാസ്സിലെ മുട്ട താഴ്ന്നു നിൽക്കുന്നത്. നമസ്കാരം.
നമസ്കാരം. പ്രിയ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ലഹരിയും യുവതലമുറയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ദുശീലമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. 1 or 2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് അടിമപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യമിട്ട് ഒരു ലഹരി മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നു. മിഠായിയുടെയും കേക്കിൻ്റെയും എന്ന് വേണ്ട ഏത് രൂപത്തിലും ഇത് ലഭിക്കും. ആദ്യം സൗജന്യമായി കൊടുത്തു, പിന്നീട് പൂർണ്ണമായും ഇതിലടിമപ്പെടുത്തുന്ന പ്രവണതയും ഇന്ന് കണ്ടുവരുന്നു. മയക്കുമരുന്നുകളുടെ ഉപയോഗം കൊണ്ട് യുവതലമുറയുടെ ഒരു വലിയ ഭാഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വയം നശിച്ചു ചുറ്റുപാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം കൊച്ചു കുട്ടികളെ പോലും ഇത്തരക്കാർ അവരുടെ വലയിലകപ്പെടുത്താറുണ്ട്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പുറത്തുള്ളവർ എന്ത് തന്നാലും അത് വാങ്ങി കഴിക്കരുത്. ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുത്. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് തുറന്നു പറയുക. ഒരു ലഹരിമുക്ത ലോകത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഉണർന്ന് പ്രവർത്തിക്കാം. Good morning everyone. Today I am here to speak to the importance and benefit of reading. I personally read every day and absolutely love the adventure of reading. I will stand before you and speak with confidence and not be afraid. Reading every day has made me smarter, and reading also strengthened my vocabulary and language skills, allowing me to pronounce new and big words without even thinking it. Reading has incredibly enriched my long-term memory, problem-solving skill. Read aloud the kids daily, helping them in early literacy skill is one of the most important things parents and teachers can do. Although books are the excellent tools for reading, reading is one of the best tools for knowledge. Kids should be encouraged and cultivate their imagination and find their materials such as newspaper and magazine, etc. After all, reading different materials could sparkle their kids and outstanding their curiosity of the world around them. It could be a pathway to better speaking skills. Thank you. Have a nice day. നമ്മൾ നോക്കുന്നത് ഓല കൊണ്ടുള്ള ഒരു ബോളാണ്. അതിനായി ഞാനിവിടെ 4 കഷ്ണം ഓല രണ്ടിൻ്റെയും സ്ഥലം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമുക്ക് ഓല ഉണ്ടാക്കി കിട്ടുന്നതാണ് അതിൻ്റെ ബോൾ.
നമ്മൾക്ക് നമ്മളെ ഹൈറ്റിനെ ചെക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഐഡിയ ഉള്ളത് തന്നെ അറിയാം. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ബട്ടർഫ്ലൈയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ആദ്യം രണ്ട് കളർഫുൾ രണ്ട് പേപ്പറാണ്. ഒരു പെൻസിൽ, പിന്നെ പശ, പിന്നെ കത്രിക. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തുറന്ന് മടക്കി വെച്ച് കട്ട് ചെയ്യണം. ഒരു പീസ് നമുക്ക് മതി. ഇനി നമ്മളോട് ബട്ടർഫ്ലൈൻ്റെ ചിത്രം ഇവിടെ വരച്ചിട്ട് കട്ട് ചെയ്യണം. നമുക്കിത് കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഇത് 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ ഇവിടെ വെച്ച് ഒട്ടിക്കണം. അപ്പം ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് വലുതും കൊണ്ട് ഒട്ടിക്കണം. അപ്പം ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഒട്ടിക്കാൻ. അപ്പോൾ ഇത് ഒട്ടിച്ച് പൂമ്പാറ്റ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.
ക്യാൻഡിലും പിന്നെ ഒരു ഗ്ലാസും പിന്നെ കളറും. നമുക്ക് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ കളറ് ചേർക്കാം. ഇനി നമുക്ക് മെഴുകുതിരി ഒഴിക്കാം. ഇനി നമുക്ക് മെഴുകുതിരി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കത്തിച്ച് നോക്കാം. ചെയ്യുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: പേപ്പർ, ഒരു കഷ്ണം നൂല്, കത്രിക, പെൻസിൽ, പശ. ഇവിടെ വരഞ്ഞ് വരച്ച് ഇത് വെട്ടിയെടുക്കുക.
ഞാൻ കട്ടയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം ഇതുപോലെ മടക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 20 എണ്ണമാണ്. എല്ലാം ഞാനിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് പശ തേക്കാം. ഈ നടുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലുതായി ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെയെല്ലാം ചെയ്യും. ഇനി നടുക്കെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ദീ വരാണ്ടോ അതുപോലെ അവിടെ ഒട്ടിച്ചു. അടുത്തത് ഇങ്ങനെ ഒട്ടിച്ചിരിച്ചു പോകും. ഞാനിങ്ങനെ 20 ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഉണങ്ങട്ടെ. ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ് ഇനി ഈ നൂല് ഇങ്ങനെ പിടിപ്പിക്കാം. ഇത് ഇട്ടിട്ട് ഞാനപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ പശ തേക്കും. ലാസ്റ്റ് ഇതുപോലെ വന്നിട്ടുണ്ട്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മുഹബത്ത സർവത്താണ്. ഫസ്റ്റ് നമ്മൾ കുമ്മുട്ടീനെ എടുത്തിട്ട് നന്നായിട്ട് കൊത്തി കൊടുക്കാം. അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് സ്പൂൺ വെച്ച് ഇങ്ങനെ പതിയെ വടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
പാല് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി സർവത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി സർവത്ത് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ലേശം പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂട് കാലത്ത് പറ്റിയ ഡ്രിങ്കാണ് മുഹബത്ത സർബത്ത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം, സൂപ്പറാണ്. Hello everyone, I have a wonderful family. There are 5 members in my family. My father, my mother, my older brother, my younger brother and me. My father is a sales manager in a paint manufacturing company. My mother is an accountant in a seafood exporting company. My older brother is studying in 10th class. My younger brother is 5 years old. He is very cute and he likes to play with toys. He is studying in UKG. I love my family very much. We support each other and a lot of fun together. Thank you. പ്രിയപ്പെട്ട എൻ്റെ ടീച്ചർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിഷുദിന ആശംസകൾ. വീണ്ടും ഒരു വിഷു കൂടി വന്നെത്തി. ഈ വേളയിൽ വിഷുവിനെ കുറിച്ച് നമുക്ക് കൊച്ചു പ്രസംഗമായാലോ? കേരളത്തിൻ്റെ കാർഷിക ഉത്സവമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. രാത്രിയും പകലും തുല്യ ദിവസം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത്. ഓണം കഴിഞ്ഞാൽ മലയാളികൾ ജാതിഭേദന്യേ ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവമാണ് വിഷു. വിഷു ദിവസത്തെ ആദ്യ കാഴ്ച വിഷുക്കണി ആവണമെന്നാണ് ആചാരം. ഈ കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും 1 വർഷം വരെ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം. മലയാളികൾക്ക് വിഷു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, നല്ല നാളെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷുവിനെ നമുക്കെല്ലാം വരവേൽക്കാം. നന്ദി, നമസ്കാരം. ഞാൻ കൃഷ്ണനാഥ് പ്രഭു. ഞാൻ ഈ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫോം ബോർഡും വെച്ചിട്ടാണ്. പിന്നെ അതിൽ RC സ്വിച്ച്, പിന്നെ റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ലീഫ്, മോട്ടർ, ഇതിൻ്റെ ബാറ്ററി 3.7 വോൾട്ടിൻ്റെയാണ്. ഞാൻ കൃഷ്ണനാഥ് പ്രഭു. ഞാൻ ഈ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫോം ബോർഡും വെച്ചിട്ടാണ്. പിന്നെ അതിൽ RC സ്വിച്ച്, പിന്നെ റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ലീഫ്, മോട്ടർ, ഇതിൻ്റെ ബാറ്ററി 3.7 വോൾട്ടിൻ്റെയാണ്. ഞാൻ കൃഷ്ണനാഥ് പ്രഭു. ഞാൻ ഈ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫോം ബോർഡും വെച്ചിട്ടാണ്. പിന്നെ അതിൽ RC സ്വിച്ച്, പിന്നെ റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ലീഫ്, മോട്ടർ. നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട മസാല ചിക്കിയതാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: സവാള, മുളക്, മല്ലിയില, വേപ്പില, തക്കാളി. മസാലകൾ: ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി. പിന്നെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടാക്കുകയാണ്. അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള വാടിയതിന് ശേഷം ഞങ്ങൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വാടിയതിന് ശേഷം മല്ലിയില, വേപ്പില, മുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം.
അതിന് ശേഷം ഞങ്ങൾക്ക് മുട്ടയിടാം. മുട്ട മസാല ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്ലോക്കിലെ മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്. -12 - 6 6. 7 - 1 6. 8 - 2 6. 10 - 4 6. 11 - 5 6. എങ്ങനെയുണ്ട് എൻ്റെ മാജിക്? പേരൊക്കെയായിരുന്നു. എൻ്റെ വീടിൻ്റെ ുള്ള അർത്ഥമുള്ള പേരൊക്കെയായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ പണ്ടത്തെ പേരൊക്കെ നല്ല നീളമുള്ള അർത്ഥമുള്ള പേരൊക്കെയായിരുന്നു. എൻ്റെ പണ്ടത്തെ പേരൊക്കെ നല്ല നീളമുള്ള അർത്ഥമുള്ള പേരൊക്കെയായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ നല്ല പ്രാസമുള്ള നല്ല പൊന്നു പോലത്തെ നല്ല തങ്കപ്പെട്ട പേരൊക്കെയായിരുന്നു. പൊന്നമ്മ പൊന്നപ്പൻ, തങ്കമ്മ തങ്കപ്പൻ, വിജയമ്മ വിജയപ്പൻ, ശാന്തമ്മ ശാന്തപ്പൻ, റോസാമ്മ ത്രേസ്യാമ്മ ഗതുജുമ്മ ബാത്തുമ്മ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്മാന്നോ ഉപ്പുന്നാന്നോ വല്ല പേരുണ്ടാ? കാണത്തില്ല, എനിക്കറിയാം, കാണത്തില്ല. ഇപ്പോഴത്തെ പേർക്ക് മോഡേൺ അല്ലേ, 2 അക്ഷരമേ കാണത്തുള്ളു. ഇനി നിങ്ങളെയൊക്കെ മക്കളുടെ പേര് വലുതാകുമ്പോ ഇനി മലയാള അക്ഷരമാല റാ മാ ച ഡ എന്നൊക്കെ എന്റെ പേര്. പക്ഷേ നമ്മുടെ മലയാള സിനിമ പേരൊക്കെ നേരെ തിരിച്ച. പണ്ടത്തെ സിനിമ പേരൊക്കെ നല്ല ഒറ്റ വാക്കിൽ നല്ല അർത്ഥമുള്ള പേരൊക്കെ ആയിരുന്നു. ഫോറസ്റ്റ് കാമ്പ്, ദംതരം വന്തരം മിഥുനം തനി ആവർത്തനം, അമരം ചാമരം ഉത്തരം മിന്നാരം, തുഷാരം ദേവാസുരം മാനത്തെ കൊട്ടാരം, തിലക്കം കൂളിലക്കം കിലുക്കം കിക്കിലുക്കം, വെട്ടം താളവെട്ടം പടയോട്ടം, ഗോഡ്ഫാദർ ജൂനി വാക്കർ, കൗരവർ കില്ലർ കംഡീഷർ. ഇപ്പോഴത്തെ സിനിമ പേരൊക്കെ കേട്ടാ ചിരി വരും. എന്താണോ സജി? അങ്ങോട്ട് നോക്കണ്ട, ഞാൻ സിനിമയുടെ പേര് പറഞ്ഞാ. എന്നാലും എൻ്റെ അലിയാ പടച്ചോനെ നിങ്ങൾ കാത്തോളി. മകേഷും മാരുതിയും ജവാനും മുല്ലപ്പൂവും. ഞാനിപ്പോ എന്താ ചെയ്യാ? ഉറുമ്പുകൾ ഉറങ്ങാറില്ല, നെത്തോളി ചെറിയ മീനല്ല. ഇപ്പൊ വർത്താനം പറയുന്ന പോലെ ഇപ്പൊ സിനിമ പേർക്ക. പുഴു മുതൽ പുലി വരെ ഉണ്ട് സിനിമയില്. എന്നിട്ടും എനിക്കിതുവരെ ഒരു ചാൻസ് സിനിമ കിട്ടിയിട്ടില്ല. ഡയറക്ടർ പ്ലീസ് നോട്ട്. എന്നിട്ടും എനിക്കിതുവരെ ചാൻസ് സിനിമ കിട്ടിയിട്ടില്ല. അതില് നമ്മുടെ വിഷയം, നമ്മുടെ കണ്ടന്റ് അതല്ലോ, നമ്മുടെ വിഷയം പേരല്ലേ. മലയാളം മറന്ന മലയാളിയും
മലയാളം പറയുന്ന ബംഗാളിയും. അതല്ലേ ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ. ഇനി മലയാളിയുടെ പേരൊക്കെ ഇനി ബംഗാളി കൊണ്ടുപോയിക്കോളും. ഈ പേരിന്റെ ക്ഷാമം കാരണം ഒരു മൊബൈൽ കമ്പനിക്കാരി അവർക്കിട്ട പേരെന്തുവാ? നത്തിങ്. ഈ നത്തിങ്ങുള്ള മൊബൈൽ ആർക്കെങ്കിലും ഉണ്ടാ? എന്റെ പാപ്പ ദുബൈന്ന് വരുമ്പോഴേ iPhone 15 Pro Max ആ കൊണ്ടുവരുന്നത്. അപ്പൊ എന്റെ ഇച്ചായി പറയുവാണേ അതിൽ എക്സൈറ്റ് കുത്താനോ ഹോളില്ലെന്ന്. അപ്പൊ ഞാനത് വേണ്ടാന്ന് വെച്ചു. ഈ പേരില്ലാതെ ഓരോരുത്തർ നടക്കുമ്പോഴാണ് നൂറ്റാണ്ട് പഴക്കമുള്ള പേര് മാറ്റാൻ ഓരോരുത്തർ നടക്കുന്നത്. അതേത് പേരാന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ പേര് മാറ്റി ഭാരതാക്കാമോന്ന് അറിഞ്ഞില്ല. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന താരാ നമ്മുടെ IPL കളിക്കുന്ന വിരാടിന്റെയും ധോണിയുടെയും പോലത്തെ ക്രിക്കറ്റ് കളിക്കാര്. അവർക്ക് എല്ലാ മാസവും മണ്ണ് കിട്ടും. കാരണം എന്താന്നല്ലേ, അവർ IPL മാറും VPL ആവത്തില്ലേ മക്കളെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർക്കും നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഹെൽത്തിയായ ഷേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കിതിനാവശ്യമുള്ള സംഭവങ്ങൾ കാണാം. കോൺഫ്ലെക്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്, ബൂസ്റ്റ്, കസ്കസ്, കട്ടപ്പാല്, അനാറ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ സ്കോച്ചോ വീട്ടിലുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട. നമുക്ക് ഇത് അടിച്ചെടുക്കാം. നമുക്ക് ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാൽ ഒഴിച്ചതിന് ശേഷം ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അനാറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനുള്ള എല്ലാ സാധനവുമായിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുക്കാം. നമ്മുടെ ഷേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമ്മുടെ ഷേക്കിലോട്ട് നമുക്ക് ഇനി കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഹണി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എല്ലാവരും എൻ്റെ ഷേക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. അമ്പര ഗോപുര നടയിലൊരാൻ കുമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലയിലെല്ലാം ചീന്താൻ ബലമുണ്ടേ, വളഞ്ഞു നീണ്ടും വെളുത്തു തൂത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട്, വലിയൊരു വയറുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ, കറുത്ത നിറമാലുടനും കാലും കഴുത്തുമെന്നാലും, വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ, കാലിൽ തുടലുകിലുങ്ങുന്നുണ്ടേ, വാലിളകുന്നുണ്ടേ, ആനക്കൊമ്പനെ ആകപ്പാടെ കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ,
morning to all. My name is Nivedita and I am talking about myself. In the future, I want to be a soldier. I will save my country. Being a soldier means I am able to save people. I will work hard to reach my goal. It will be a precious moment in my life if I save people. Thank you. Good morning everyone, my name is Aradha. My dream is to be a teacher in the future because I enjoy in teaching. Teachers play a very important role in society. It helps to teenagers develop moral values to the next generation. I'm going to spend a lot of time to improve my teaching skills and make my dream come true. Thank you. എല്ലാ കൂട്ടുകാർക്കും ടീച്ചർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പാലട പായസമാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: 3 പാക്കറ്റ് പാൽ, 200 ഗ്രാം പാലട, പഞ്ചസാര, നെയ്യ്, കാഷ്നട്ട്, കിസ്മിസ് എന്നിവയാണ്. ആദ്യം തന്നെ ഉരുളിയിൽ പാൽ ഒഴിച്ച് ഒരുവിധം വേവണത് വരെയും ഇളക്കുക. അതിനുശേഷം വേവിച്ചു വെച്ച പാലട പാലിലിടുക. നല്ലവണ്ണം ഇളക്കുക. പാലും പാലടയും നല്ലവണ്ണം ചേർന്നതിന് ശേഷം നെയ്യിൽ കാഷ്നട്ട് വറുത്ത് ഇടുക. നമ്മുടെ സ്വാദേറിയ പാലട പായസം റെഡി. Take me back to California. I wanna go back to 2018. I wanna go back to when I was happy. So take me back to California. ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് ഉപ്പുവെള്ളമാണ്, പിന്നെ 2 നാരങ്ങ. നമുക്ക് ഇവിടെ ഈ ഒരു പച്ചവെള്ളത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നാരങ്ങ താഴ്ന്നു വന്നു. ഇതിന് കാരണം നാരങ്ങയ്ക്ക് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ്. പിന്നെ ഈ ഉപ്പുവെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നാരങ്ങ പൊങ്ങി വന്നു. അതിന് കാരണം നാരങ്ങയ്ക്ക് ഉപ്പിനേക്കാൾ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ്. അമ്മേ, ആ ചൂടുള്ള ഓർമ്മ ഇങ്ങോട്ടിട്ടെ. നോ, നൗ ഫുൾ ഈറ്റ്, നോ ഹംഗ്രി ഫോർ ഡിന്നർ. എന്തോന്ന്? നൗ ഫുൾ ഈറ്റ്, നോ ഹംഗ്രി ഫോർ ഡിന്നർ. എല്ലാ കൂട്ടുകാർക്കും ടീച്ചർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പാലട പായസമാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: 3 പാക്കറ്റ് പാൽ, 200 ഗ്രാം പാലട, പഞ്ചസാര, നെയ്യ്, കാഷ്നട്ട്, കിസ്മിസ് എന്നിവയാണ്. ആദ്യം തന്നെ ഉരുളിയിൽ പാൽ ഒഴിച്ച് ഒരുവിധം വേവണത് വരെയും ഇളക്കുക. അതിനുശേഷം വേവിച്ചു വെച്ച പാലട പാലിലിടുക. നല്ലവണ്ണം ഇളക്കുക. പാലും പാലടയും നല്ലവണ്ണം ചേർന്നതിന് ശേഷം നെയ്യിൽ കാഷ്നട്ട് വറുത്ത് ഇടുക. നമ്മുടെ സ്വാദേറിയ പാലട പായസം റെഡി. Take me back to California. I wanna go back to 2018. I wanna go back to when I was happy. So take me back to California. ഉമ്മ, ഞാൻ ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു. ശരിക്കും എന്റെ വലിയൊരു ആഗ്രഹമാണ് മോളെ അഞ്ജു, നീ എനിക്ക് സാധിച്ചു തന്നത്. പകരം നിനക്ക് എന്താ വേണ്ടത് പറയേ. എനിക്കൊന്നും വേണ്ട, ഉമ്മയുടെ അനുഗ്രഹം മാത്രം മതി. മോൾക്ക് ഇഷ്ടപ്പെട്ട ഐഫോൺ. ഹായ് ഐഫോൺ. ഉമ്മ തീർന്നിട്ടില്ല, മോൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്. ഹായ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്. താങ്ക് യു ഉമ്മ. കൂടാതെ ഇനി അടുത്ത ആഴ്ച നമ്മൾ ഊട്ടി കൊടൈക്കനാൽ ട്രിപ്പ് പോകും. ഇനി ഉമ്മാക്ക് വേണ്ടിട്ട് എന്റെ മോള് ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞേ. അതിനെന്താ, പറയാലോ. ഇംഗ്ലീഷ്. എന്ത് പറ്റി ഉമ്മ?